സമൂഹ മാധ്യമങ്ങളിലെ വാർത്താ പോസ്റ്റുകൾ മെറ്റ നീക്കം ചെയ്യുന്നതിൽ സർക്കാരിന് പങ്കില്ലെന്ന് മുഖ്യമന്ത്രി. ആരോപണങ്ങൾ കേട്ടാൽ താൻ ഭയങ്കര സംഭവമാണെന്ന് തോന്നും. തന്നെ അനുകൂലിക്കുന്ന പോസ്റ്റുകൾ പോലും നീക്കം ചെയ്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഭയങ്കര സംഭവം, ഞാനൊരു ഭയങ്കര സംഭവം എന്ന് എനിക്ക് തോന്നുന്നത് വാർത്തയൊക്കെ വായിച്ചിട്ട് ഞാൻ എഴുതി കൊടുക്കുന്ന സാധനങ്ങളൊക്കെ മെറ്റ റിലീസ് ഓർഡർ ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ അതെന്താണ് മെറ്റ ചെയ്യുന്നതെന്ന് അറിയില്ല. ചാനലുകളുടെ പേരിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എനിക്കത് തിരിച്ച് വരുന്നതിൽ സന്തോഷമുള്ളൂ. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, നാളെ എന്റെയും പോവില്ലേ. അല്ലാതെ ഞാനോ എൻ്റെ ഓഫീസോ പറഞ്ഞിട്ട് മെറ്റ നിങ്ങളൊക്കെ കൊടുക്കുന്ന ഓൺലൈൻ ചാനലിൽ കൊടുക്കുന്ന സാധനം റിമൂവ് ചെയ്യോ? അത് എന്താണ് മെറ്റയുടെ എന്തെങ്കിലും പോളിസിയിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ചാണോ എന്താണെന്ന് വ്യക്തമല്ല. അത് നിങ്ങൾ അത് തിരിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ചാനലുകളിൽ നിന്ന് ഓൺലൈൻ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തണം. അതിന്റെ കൂടെ സർക്കാരുണ്ടാവും. സർക്കാർ വേണമെങ്കിൽ കത്തെഴുതാം. ഞാൻ വേണമെങ്കിൽ കത്തെഴുതാം മെറ്റയ്ക്ക്. കാരണം എന്നെ വിമർശിച്ച് കൊണ്ട് വരുന്ന പോസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കത്തെഴുതാം. ഞാൻ റെഡിയാണ്. മാധ്യമങ്ങൾ പരാതി കൊടുത്താൽ സർക്കാർ ഒപ്പം നിൽക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖരനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ചന്തു, വാർത്തകൾ കാണാതാകുന്നു എന്നത് വസ്തുതാപരമാണ്. അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് മെറ്റ സ്വീകരിച്ചിരിക്കുന്ന നടപടി, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കാരണത്തെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമല്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ആവശ്യമെങ്കിൽ മാധ്യമങ്ങൾ പരാതി നൽകിയാൽ അതിനുവേണ്ടി കത്തെഴുതാൻ തയ്യാറാണ്, സർക്കാർ ഒപ്പം ഉണ്ടാകുമെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി നടത്തുന്ന പ്രതികരണം? അത്തരത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ടോ? ഗൗതം, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്തരത്തിൽ സർക്കാരിനെതിരെ വരുന്ന വാർത്തകൾ, വിമർശനങ്ങളൊക്കെ ഫേസ്ബുക്ക് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും പിൻവലിക്കാൻ ഇടപെടുന്നു എന്ന തരത്തിൽ പ്രതിപക്ഷം ഉൾപ്പെടെ വലിയ വിമർശനമാണ് ഉന്നയിച്ചിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മറുപടി വരുന്നത്. മുഖ്യമന്ത്രി ഇതിൽ പറയുന്നത് തന്റെ ഓഫീസോ താനോ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല, അങ്ങനെ മെറ്റയ്ക്ക് കത്തയച്ചിട്ടില്ല, അങ്ങനെ കത്തയക്കാനും മാത്രം സ്വാധീനം തനിക്ക് മെറ്റയിൽ ഉണ്ടോ എന്നാണ് വി ഡി സതീശൻ ചോദിക്കുന്നത്. അത്രമാത്രം വലിയ ആളാണ് താനെന്ന് ഈ വാർത്തകൾ കണ്ടപ്പോഴാണ് മനസ്സിലാകുന്നതെന്നും വി ഡി സതീശൻ പറയുന്നു. അതായത് ഈ അധികാരത്തിലെത്തിയതിനു ശേഷം CMO ഓഫീസ്, ഒരു ഒഫീഷ്യൽ പേജ് ഉണ്ട്, മുഖ്യമന്ത്രിയുടെ ഒഫീഷ്യൽ പേജ് ഇൻസ്റ്റഗ്രാമിലുണ്ട്. ആ പേജ് വീണ്ടും തരണമെന്ന് നേരത്തെ ഉണ്ടായിരുന്നതാണ്, അത് വീണ്ടും ആക്റ്റീവാക്കി തരണമെന്ന് പറഞ്ഞ് മെറ്റയ്ക്ക് കത്തയച്ചിട്ട് 3 മാസമായി. ഇതുവരെ അതിൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോഴാണോ ഇങ്ങനെ വിമർശനങ്ങൾ വരുന്ന വാർത്തകൾ, ആ വാർത്തകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയാൽ അത് പരിഗണിക്കുന്നത് എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത്. മാത്രമല്ല തന്നെ അനുകൂലിച്ചുകൊണ്ടുള്ള വാർത്തകളും ഇത്തരത്തിൽ മെറ്റ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിൽ ഗൗതം കൃഷ്ണയുടെ നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ അപകടത്തിൽപ്പെട്ട ഗൗതം കൃഷ്ണയുടെ വീട് മന്ത്രി ഷിബു ബേബി ജോണിനൊപ്പം സന്ദർശിച്ച ആ വാർത്ത ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ നിന്നും ഇത്തരത്തിൽ മെറ്റ റിമൂവ് ചെയ്തിട്ടുണ്ട്. KCBC തന്നെ അനുകൂലിച്ച് ഇട്ട വാർത്ത, അത് ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ഇത്തരത്തിൽ മെറ്റ റിമൂവ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ലത്തിൻ സഭ ഈ പ്രളയ സാഹചര്യത്തിലൊക്കെ മുഖ്യമന്ത്രി ഇടപെട്ടു, വേണ്ട രീതിയിൽ ഇടപെട്ടു എന്ന് തന്നെ പിന്തുണച്ചുകൊണ്ട് നൽകിയ അഭിപ്രായം, അത് മാധ്യമങ്ങളിൽ വന്ന വാർത്ത. ഇത്തരത്തിൽ തന്നെ അനുകൂലിച്ചു വന്ന പോസ്റ്റുകളും മെറ്റ പിൻവലിച്ചിട്ടുണ്ട് എന്നാണ് ഇതിന് അനുബന്ധമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇത്തരം വാർത്തകൾ, അതായത് മാധ്യമങ്ങളുടെ പേജുകളിൽ നിന്നാണ് തന്നെ വിമർശിച്ചിട്ടുള്ള വാർത്തകൾ പിൻവലിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ മാധ്യമങ്ങൾക്ക് മെറ്റയ്ക്ക് കത്തയക്കാം. അത്തരത്തിൽ മെറ്റയ്ക്ക് പരാതി നൽകുമ്പോൾ അതിനെ പിന്തുണയ്ക്കാൻ സർക്കാർ തയ്യാറാണെന്നും വി ഡി സതീശൻ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഗൗതം, ശരി, ചന്തുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മെറ്റയുടെ സമൂഹ മാധ്യമങ്ങളിലെ അൽഗോരിതത്തിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം സംബന്ധിച്ചുള്ളത് തനിക്കും വ്യക്തതയില്ല എന്നതാണ് മുഖ്യമന്ത്രി നൽകുന്ന വിശദീകരണം.